ഒരടി നടക്കാൻ വയ്യ. വെന്തുടഞ്ഞ കപ്പ ഒന്ന് നേരെ പോയി നെട്ട അപ്പുറത്ത് ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ കുരിശ് വേണം. നേരെയാണ് നമ്മൾ പോകുന്നത്. ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ പോകാൻ സാധ്യതയുണ്ട്. സാധാരണ ആ കാണുന്ന ഹോട്ടലാണ് ഫേമസ് ആയിട്ടുള്ള ഈ അക്ഷയപാത്രം എന്ന് പറഞ്ഞിട്ട് മീനൊക്കെ കിട്ടുന്ന ഹോട്ടൽ. അവിടേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് പോവേണ്ടത് ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ സ്ഥലമാണ്. ഫുൾ റബ്ബർ കാടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ടൊക്കെ പച്ചപ്പൊക്കെ ഹരിതാപമൊക്കെ തന്നെ. നമുക്ക് അങ്ങോട്ട് പോകാം. നെട്ട ചെക്ക് പോസ്റ്റ് ഇതാണ്. അങ്ങോട്ട് തമിഴ്നാടാണ്. അത് തമിഴ്നാട്ടിലോട്ട് കറക്കുകയാണ്. ഡാമിൻ്റെ ഒരു ചിറ്റാ ഡാമാണ്. ഇവിടെ 5 കിലോമീറ്റർ ഉള്ളൂ ചിറ്റാ ഡാം. 30 കിലോമീറ്റർ നെട്ട വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് നെട്ട വ്യൂ പോയിൻ്റ്. ഇവിടുത്തെ വ്യൂ ഇനി കാണിച്ചു തരാം. ഇതാണ് കേസ് ഇവിടുത്തെ ലുക്ക്. കണ്ടോ, വ്യൂ ഉണ്ടോ? നല്ല മഴക്കോളുണ്ട്. കണ്ടോ അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട്. കണ്ടോ അറിയാൻ പറ്റും. ചെറിയ ചാറ്റിൽ മഴയുണ്ട്. ഇവിടെ മഴയൊക്കെ ചാറുന്നുണ്ട്. മഴ വന്നു കേസ്, ഫുൾ മഴ. കുറച്ച് മഴ കണ്ട കുറച്ച് നിൽക്കാം. ഒന്ന് തുറന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് തുറന്ന്. വേണ്ട അതന്നെ നടക്കണ കാര്യമില്ല. പക്ഷെ ഇവിടെ എടുക്കാൻ അറിയാം. ഇവിടെ എടുക്കാം. പക്ഷെ ഏതോ പ്ലാന്റേഷൻ വലിയൊക്കെ വരുന്നു. നനഞ്ഞ് കുളിച്ചിരിക്കുക നമ്മൾ. ഈ നമ്മൾ ഒരു മീനും ചോറും തിന്നാൻ പോകും. ഇതാണ് ഹോട്ടലിലെ അക്ഷയപാത്രം. നല്ല ഉടഞ്ഞ കപ്പയിരിക്കണം. വെന്തുടഞ്ഞ കപ്പ ഒന്ന് കൂട്ടി വെച്ച് തൊട്ടടുത്ത് അവിയലും. അതേ ഫുഡ് കഴിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടേക്ക്. നല്ല പുഴമീനും കപ്പയും അല്ലേ ഫുഡ് അങ്ങനെ എടുക്കാം. അക്ഷയപാത്രത്തിൽ പോയി ഫുഡും കഴിച്ച് അന്യായ ഫുഡും കഴിച്ച് താണ്ട വീണ്ടും തിരിച്ച് നെട്ടയിലുള്ള വ്യൂ പോയിന്റ് വന്നിരിക്കുകയും. ഈ അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് അളിയാൻ പറയും. പറ അളിയാ. അയ്യോ, ഒരു ഊണ് കഴിച്ച് ഞാൻ മരിക്കാൻ പോണു. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. കിടില ഊണ്, മുതുക്കൂണ്. എനിക്ക് വയ്യേ. 150 രൂപയ്ക്ക് എന്തൊക്കെ ഉണ്ടല്ലോ? 150 രൂപയ്ക്ക് തൊടുകറികൾ മുതൽ മീൻകറി, പുളിശ്ശേരി, നാടൻ കോഴിക്കറി, മീൻ, കട്ട്ല മീൻ, അരിച്ചീനി, ചോറ് വേണോ, ചോറ്, എല്ലാ ഐറ്റവും സൂപ്പറായിട്ടുണ്ട്. ചോറ് വേണോ എന്നൊന്ന് ചോദിക്കണം. ഞാനാണെങ്കിൽ നോക്കി ഇവിടുത്തവും വെജിറ്റേറിയനും ആയിപ്പോയി. അവനെല്ലാം കഴിച്ച് 2 പ്രാവശ്യം ചോറും വാങ്ങിച്ച് കഴിച്ചറിയാം. വറുത്ത് എന്ന് പറഞ്ഞാൽ വറുത്ത്. ഇവിടെ വന്ന് നമ്മൾ ഇന്ന് ട്രിപ്പ്, ഇവിടെ ചെറിയൊരു ട്രിപ്പാണെങ്കിലും വന്നിട്ട് അന്ന് കണ്ട സ്ഥലങ്ങളും വറുത്തായിരുന്നു, തിന്ന ഫുഡും വറുത്തായിരുന്നു. ഒന്നിനും മിച്ച ഒരു രക്ഷയില്ല. കിടില്ല. പക്ഷെ ഭയങ്കര തിരക്കാണ്. നേരത്തെ പോയിക്കോളും. നമ്മളൊരു 11:45 നമ്മൾ പോയിട്ട് ഒരു
അത് 1 മണിക്കാണ് ഒരു ചോറൊക്കെ ഇട്ട് തുടങ്ങി. നമുക്കൊരു 12:45 കയറ്റിയിരിക്കും. 1 മണിക്ക് കറക്റ്റ് 1 മണിക്ക് വിളമ്പി തുടങ്ങി. ആ സമയത്ത് നേരത്തെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സീറ്റ് കിട്ടും, ഇല്ലെങ്കിൽ അവിടെ കാത്ത് കെട്ടി നിൽക്കേണ്ടി വരും. നമ്മൾ കഴിച്ച് വെളിയിറങ്ങിയപ്പോൾ തിരക്കവിടെ രക്ഷയില്ല. മലയിൽ തിന്ന് മരിച്ച് താണ്ടിരിക്കണമല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ആ കടയിൽ പോയി കഴിക്കണം. ഒരു രക്ഷയില്ലാത്ത 8ാം വ്യൂ പോയിന്റ്. ഒരു മഴ കഴിഞ്ഞ് അവിടെ എപ്പോഴാണ് തെളിഞ്ഞു വന്നത് എല്ലാം കാണാൻ പറ്റിയത്. പോകടിച്ച് കിടക്കണുണ്ടാകുന്നു ദൂരെയൊക്കെ മലയിലൊക്കെ. എൻ്റെ പൊന്നീ രക്ഷയില്ലാത്ത വ്യൂ. ഇപ്പോഴും ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ ആളുകൾ വരണം. കണ്ടാ അടയിൽ നിൽക്കണത് ഇപ്പം കണ്ട. ഒരടി നടക്കാൻ വയ്യ. ഇങ്ങനെയുണ്ടോ ക്ഷീണം? വരി. അടുത്തത് പോണത് ചിറ്റാർ ഡാം. അതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ടാണ് പോണത്. ഇതിലുള്ള റോഡാണ് കണ്ട, സെറ്റ് റോഡ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൊത്തം റബ്ബർ കാട്. അളിയും താണ്ട ഫുഡും കഴിച്ച് നടക്കാൻ വയ്യാതെ നിൽക്കുകയും നേരെ ഇനിയിപ്പോൾ 1-2 കിലോമീറ്റർ കഴിഞ്ഞാൽ ഡാമെത്തും. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ചിറ്റാർ ഡാം പോകാൻ നോക്കി, പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ വേറെ റൂട്ട് വന്നു. വേറെ റൂട്ട് കയറിയപ്പോഴത്തേക്ക് കണ്ട വ്യൂ ആണ്. കണ്ട സെറ്റ് വ്യൂ അല്ലേ. ആ ഡാമിൻ്റെ അവിടെ പോയി, ഡാമിൻ്റെയൊക്കെ സ്ഥലം തന്നെയാണിത്. അതിൻ്റെ റിസർവോയറാണ്. സെറ്റല്ലേ പൊളി. ഇതാണ്ട ഒരു വലിയ പാറയൊക്കെ ഉണ്ട്. നേരത്തെ നല്ല മഴ പെയ്ത് ഇപ്പം കട്ട ചൂട്. പക്ഷേ വന്ന വഴി ഫുൾ റബ്ബർ കാടിൻ്റെ ഇടയിലൂടെയാണ്. ഇന്നത്തെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും കാണണം. ഹായ്. നല്ല ഒരു യാത്രയായിരുന്നു. നമ്മളീ ഒരു ഡാം കംപ്ലീറ്റ് ചുറ്റിക്കറങ്ങി. നല്ല വ്യൂ പോയിന്റ്സ് ആയിരുന്നു. തിരിച്ച് അമ്പൂരി വന്നിട്ടുണ്ട്. തിരിച്ച് അമ്പൂരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അമ്പൂരിയിൽ തന്നെ തിരിച്ച് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി തിരിച്ച് വീട്ടിൽ പോകണം. നേരെ ഇനി വീട്ടിലേക്കാണ്. ബൈ.